അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരു ഫീൽഡ് ട്രിപ്പ് പോവുകയുണ്ടായി മഹാരാഷ്ട്രയിലേക്ക്. വളരെ രസകരമായിട്ടുള്ള എന്നലേറെ ചിന്തിപ്പിക്കുന്ന അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. മുംബൈ നഗരങ്ങളെയും മാത്രമല്ല അതിൻ്റെ ഉൾഗ്രാമങ്ങളെയും ഏറെ തൊട്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ വളരെ നല്ലൊരു മനോഹരമായ ഒരു യാത്ര. ആ ഒരു യാത്രയിലെ ചില നിമിഷങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ജൂൺ 29 ഞായറാഴ്ചയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നുള്ളത്. കാസർഗോഡ് നിന്നും തുടങ്ങി കല്യാൺ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു നീണ്ട 17 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നത്. ആ ഒരു യാത്രക്കിടയിൽ പല ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പല ജീവിത അനുഭവങ്ങൾ, പല ജീവിത നിലവാരങ്ങൾ. ഞങ്ങൾ ആ ട്രെയിനിലൂടെ ഒന്ന് നടന്നു നോക്കുമ്പോൾ ഒരു കൗതുകത്തിന് ഞാനും കുറച്ച് സുഹൃത്തുക്കളും ജനറൽ ബോഗി വരെ ഒന്ന് നടന്നു നോക്കേണ്ടായി. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സകല വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു ബോഗിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് ആ ജനറൽ ബോഗിയിൽ കാണാൻ സാധിച്ചത്. ഈ ഒരു ട്രെയിൻ യാത്ര പിറ്റേ ദിവസം രാവിലെ 12 മണിയാകുമ്പോഴേക്കും കല്യാൺ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഈ ഒരു ട്രെയിൻ ഇറങ്ങുകയാണ്. അവിടെ നിന്ന് നേരെ ദീവാൻ സദർഗയാണ് ആദ്യത്തെ ലക്ഷ്യം. അവിടെ ഹാദിയയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മക്തബ് കൂടിയുണ്ട്, അവിടെയും കൂടി ഒന്ന് സന്ദർശിക്കണം. ദീവാൻ സദർഗയിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് കല്യാണിൽ നിന്നും ടാക്സി പിടിച്ച് പോവുകയുണ്ടായി. അതിനിടയിൽ മുംബൈ എന്നൊരു ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തിന് ഇങ്ങനെയും ഒരു മുഖമുണ്ടോ എന്ന് പോലും ഞങ്ങൾ പരസ്പരം ആശ്ചര്യപ്പെട്ടു പോയി. അവിടുത്തെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസുകളായിരുന്നു ഞങ്ങളെ ഇത്രയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. തികച്ചും സൗകര്യമില്ലാത്ത വളരെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള ഒരു റോഡുകളായിരുന്നു അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ പോകുന്ന ഒരു ടാക്സിക്ക് ഒരു ബൈക്ക് വന്നിട്ട് ഇടിക്കുന്നുണ്ട്. ഒരു ആക്സിഡന്റ് ആയപ്പോൾ ഞങ്ങൾ ഞെട്ടുകയാണ് ചെയ്തത്. ഒരു പ്രശ്നമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ അയാൾ ആ ബൈക്ക് എടുത്തിട്ട് അയാൾ ബൈക്ക് യാത്ര പോവുകയാണ് ചെയ്യുന്നുള്ളത്. ഇങ്ങനെ ഇടതും വലതും നോക്കാതെ നെട്ടോട്ടം തിരിയുന്ന ഒരു ജനങ്ങൾക്കിടയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര തുടർന്നു പോകുന്നുള്ളത്. ദീവാൻ സദർഗയിലേക്ക് എത്തി. അവിടെ ഞങ്ങളെ ആ ദർഗ സിയാറത്ത് ചെയ്ത ശേഷം ഞങ്ങൾ അവിടുത്തെ ഖാദിം ഞങ്ങളൊന്ന് സ്വീകരിക്കുകയുണ്ടായി. ഖാദിം അവിടുത്തെ ദർഗയുടെ വിശേഷങ്ങളും ചരിത്രങ്ങളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. പണ്ടത്തെ രാജാവായിരുന്ന ആദിൽ ഷായുടെ ദീവാനുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദീവാൻ ഷാ ബാബ. അദ്ദേഹത്തിന്റെ ആ ഒരു ദർഗയിൽ പല കാര്യങ്ങളും അദ്ദേഹം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. എല്ലാ വർഷവും അവിടെ ഉറൂസ് നടക്കുമ്പോൾ ഒരു കിരീടം വന്ന് അദ്ദേഹത്തിന്റെ മക്ബറയ്ക്ക് മുകളിൽ വെക്കുന്നതും സ്ത്രീകൾ വന്ന് അവിടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഖാദിമിനെ സമീപിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ നേരിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ദീവാൻ സദർഗയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഹാദിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മക്തബ് ഉള്ളത്. ആ മക്തബിലേക്ക് ഞങ്ങളൊന്ന് സന്ദർശിക്കുകയുണ്ടായി. വിശാലമായിട്ടുള്ള ഒരു ഹാളിനുള്ളിൽ ടീച്ചിങ് സ്റ്റാഫായിട്ട് ഒരു പ്രധാന അധ്യാപകനും മറ്റു സ്ത്രീകളായിട്ടുള്ള അധ്യാപികമാർ അടങ്ങിയിട്ടുള്ള ഒരു ടീച്ചിങ് സ്റ്റാഫാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു 70ഓളം കുട്ടികൾ പഠനം നടത്തുന്നുണ്ട്. ഞങ്ങൾ അവരോടൊന്ന് സമ്പർക്കം പുലർത്തുകയുണ്ടായി, അവരോടൊന്ന് ഇടപഴകുകയുണ്ടായി. പല കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞു. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പോക്കുകളൊക്കെ ഞങ്ങളൊന്ന് മനസ്സിലാക്കിയെടുത്തു. അവരുമായി കൂടുതലൊന്ന് അടുത്തറിഞ്ഞ് അവരുടെ മറ്റു കഴിവുകൾ, അവരുടെ പാട്ടായാലും മറ്റു പ്രസംഗമായാലും അങ്ങനെ രീതിയിലുള്ള പല കഴിവുകളെയും അവർ ഞങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചു തരികയുണ്ടായി. നല്ലൊരു സ്വീകരണം തന്നെയാണ് നമുക്ക് അവിടെ ലഭിച്ചത്. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞ ശേഷം അവരുമായിട്ട് കൂടിയിരുന്ന് ദുആ ചെയ്ത ശേഷം ഞങ്ങൾ അവിടുത്തെ ആ ഒരു പ്രധാന അധ്യാപകന്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അവിടെ അദ്ദേഹം ഞങ്ങൾക്കൊരു സൽക്കാരം ഒരുക്കി തന്നു. പല വിഭവങ്ങളും ഞങ്ങൾക്ക് മുന്നിൽ അവർ വെച്ച് തന്നു. ഈ വടപ്പാവ് എന്നുള്ള സാധനം ഒന്നും കൂടി നല്ലോണം കഴിക്കാൻ തുടങ്ങിയത് ആ ഒരു സൽക്കാരത്തിന് ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുതിയൊരു കൾച്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു സാധനത്തെ, വിഭവത്തെ ഞങ്ങളൊന്നും കൂടി അടുത്തറിഞ്ഞ് തുടങ്ങുകയാണ്. അതല്ലാത്ത വേറെ പല വിഭവങ്ങളും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാടിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഞങ്ങൾ അവിടെ ശ്രദ്ധിച്ച കാര്യം, അവിടുത്തെ ചായകളൊക്കെ വളരെ കുഞ്ഞു ഗ്ലാസ്സിലായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ ഒരു സാധനം ആ മുംബൈയിൽ നിന്നും ഞങ്ങൾ പരിചയപ്പെടുന്നുള്ളത്. പിന്നീട് ഞങ്ങളത് അവിടുത്തെ മാത്രമാണോ എന്ന് സംശയിച്ചിരിക്കെ പിന്നീട് പല ഹോട്ടലുകളിൽ കയറുമ്പോഴും ഇത്തരം ചെറിയ ഗ്ലാസ്സിൽ തരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടുത്തെ രീതി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സമ്പ്രദായം എന്നുള്ളത് ഇത്തരം ചെറിയ ഗ്ലാസ്സുകളിലാണ് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹാദിയുടെ സെന്ററായിട്ടുള്ള ഭീവണ്ടിയിലെ ഹാദിയുടെ സെന്ററിലേക്ക് പോവുകയും അവിടുന്ന് കുറച്ച് ഫ്രഷ് ആയതിനു ശേഷം ഒരു ബസ് വിളിക്കുകയുണ്ടായി. ഒരു ബസ് മുഖേന ഞങ്ങൾ നേരെ ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസ് ആയിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഓഫ് ക്യാമ്പസിലേക്ക് ഞങ്ങൾ പോവുകയുണ്ടായി. വഡോളിയാണ് സ്ഥലം. ഒരു 3/4 മണിക്കൂർ നീണ്ട ഒരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് ബസ്സിലൂടെ അന്ന് കിട്ടിയത്. അങ്ങനെ അന്ന് രാത്രി അവിടെ തന്നെ ഭക്ഷണം കഴിക്കുകയും അവിടെ തന്നെ ഞങ്ങൾ ലാപാർക്കുകയും ചെയ്യുകയുണ്ടായി. അടുത്ത ദിവസം ആ ഒരു സ്ഥാപനം അടിസ്ഥാനമാക്കിയിട്ട് അവിടുത്തെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ തന്നെ ആ ഒരു സമീപ പ്രദേശങ്ങളിൽ ഒരു ഫീൽഡ് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പല ടീമുകളായിട്ട് മാറുക, എന്നിട്ട് പല ഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ
രീതി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പോക്ക് എത്രത്തോളം നിലവാരമുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ്, ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്ന ഒരു ആശയത്തിലാണ് ഞങ്ങൾ പോകുന്നുള്ളത്. ഞങ്ങൾക്ക് ഈ യാത്ര തുടങ്ങിയത് മുതൽ ഞങ്ങളുടെ ഈ ഫീൽഡ് വർക്ക് അവസാനിക്കുന്നത് വരെയുള്ള ഈ ഒരു മുംബൈ എന്നൊരു സ്ഥലത്ത് അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്നൊരു തികച്ചും അപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്ത് പരിപൂർണമായിട്ടുള്ളൊരു ഗൈഡൻസും ഒരു സഹകരണം നൽകിയിട്ടുള്ളത് അവിടുത്തെ മഹാരാഷ്ട്രയിലെ ഹാദിയ കോർഡിനേറ്റർ ആയിട്ടുള്ള സഫാൻ ഹുദവി ഉസ്താദാണ്. ഉസ്താദ് ഞങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് വർക്കിൽ ആ നാട്ടുകാരെ എങ്ങനെ സമീപിക്കേണ്ടതെന്നും അതോടൊപ്പം തന്നെ ആ നാട്ടുകാരുടെ ഏത് രീതിയിൽ പെരുമാറണം, അവരുടെ ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഒരു കൃത്യമായിട്ടുള്ളൊരു അവബോധം നൽകിയത് ഉസ്താദാണ്. അങ്ങനെ ഉസ്താദിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം ഞങ്ങളെ ഒരു 10 ടീമുകളായിട്ട് പല ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ടീം പോയ സ്ഥലത്തിൻ്റെ പേര് കുഡുസ് എന്നുള്ള ഒരു സ്ഥലമാണ്. പ്രധാനമായിട്ടും ഞങ്ങളുടെ ഒരു ഫീൽഡ് വർക്ക് തുടങ്ങുന്നത് തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു. ആ ഗ്രാമത്തിലെ പള്ളികൾ, മക്തബകൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ ഒരു ഫീൽഡ് വർക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഞങ്ങൾ നേരെ അവിടുത്തെ പള്ളിയിലേക്ക് പ്രവേശിച്ചു. പള്ളിയിൽ കയറിയിട്ട് ഞങ്ങൾ പള്ളിയുടെ അകത്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിട്ട് എന്താണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു പള്ളിയുടെ കിബിലയുടെ ഭാഗത്തായിട്ടുള്ളൊരു മൂലയിൽ ഒരു മക്കയുടെയും മദീനയുടെയും ഒരു ചിത്രമുണ്ടാകും വലതു ഭാഗത്ത് മൂലയായിട്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്, എല്ലാ സുബഹി നിസ്കാരം കഴിഞ്ഞാലും ആളുകൾ ആ ഒരു ചിത്രത്തിന് മുന്നിലേക്ക് വന്നിട്ട് ബൈത്തുകൾ, നാഴത്തുകൾ പാടുന്ന ഒരു ശീലം ആ ഒരു നാടുകളിൽ പൊതുവെ മുംബൈ എന്നൊരു കൾച്ചറിന് ഉണ്ട് എന്നതാണ് ഒരു വാസ്തവം. ഞങ്ങൾ അതോടൊപ്പം തന്നെ ആ ഒരു പള്ളിയിലുള്ള ഒരു മുദരിസിനെ പരിചയപ്പെട്ടു. ഒരു മലയാളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഇമാം എന്നുള്ളത്, കാസർഗോഡിലെ ചോക്കി സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിനോട് ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുകയും അവിടുത്തെ മക്തബകളുടെ സ്ഥിതിഗതികൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ നാടുകളിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയും നാടിലെ പല ആളുകളോടും അന്വേഷിക്കുകയും പല ആളുകളോടും അവിടുത്തെ രീതികൾ എങ്ങനെ പോകുന്നു, അവിടുത്തെ വിദ്യാഭ്യാസ രീതികൾ എങ്ങനെ പോകുന്നെന്ന് അന്വേഷിക്കുകയുണ്ടായി. അവരോടൊന്ന് ഇടപെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരുടെ ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസം എന്നുള്ള സാധനം പരിചയപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അവിടെ അവസരങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് തന്നെ അവസരങ്ങൾ ധാരാളം ഉണ്ട് എന്ന കാര്യം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നാട്ടുകാരൻ പറയുകയുണ്ടായി. അദ്ദേഹം ഈ ഒരു ഓഫ് ക്യാമ്പസിൽ മാത്സ് പഠിപ്പിക്കുന്ന ആ ഒരു സ്വദേശിയായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റീസിന് വളരെ നല്ലൊരു അവസരങ്ങളാണ് വിദ്യാഭ്യാസത്തിന് കിട്ടുന്നുള്ളത്. പക്ഷെ അതിലേക്ക് ആളുകൾ പരിചയപ്പെട്ടു പോകുന്നില്ല എന്നൊരു പ്രശ്നം കൊണ്ടാണ് പലരും വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞിറങ്ങാത്തത് എന്നാണ്. അവിടെ പഠിച്ച വ്യക്തികൾ പോലും ഒരു പഠിച്ച പണി ചെയ്യുന്നതിലപ്പുറം സ്വന്തം ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് ബിസിനസ്സിനെ ഒന്നും കൂടി പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പോകുന്നുള്ളത്. അപ്പം അവിടെ പലരും കടകൾ തുടങ്ങുന്നു, മറ്റു ബിസിനസ്സുകൾ തുടങ്ങുന്നു. അങ്ങനെ ആ ഒരു ബിസിനസ്സുകളിൽ ചെറുപ്പം മുതൽ പണിയെടുത്ത് വരിക എന്നുള്ളൊരു ആ ഒരു ജീവിത രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു, അതിലേക്ക് പൊരുത്തപ്പെട്ട് കഴിഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പല കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം നേരെ ഓഫ് ക്യാമ്പസിലേക്ക് മടങ്ങി വരികയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളെ പോലെ തന്നെ പല ഗ്രാമങ്ങളിലേക്കും പോയിട്ടുള്ള പല ടീമുകളും ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ മടങ്ങി വന്ന് പിന്നീട് ഞങ്ങൾ ചെയ്തത് ഓരോ ഗ്രാമങ്ങളിലെയും സുവിശേഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസുകൾ പരസ്പരം പങ്കിടുകയായിരുന്നു. അവിടെ പലരും പല കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും മതകീയ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അവിടെ ഭൗതിക വിദ്യാഭ്യാസം എന്ന് നോക്കുമ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതി വരെ അല്ലെങ്കിൽ ഉച്ചവരെയുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് അവിടെ ഉള്ളത്. ഒരു മതവിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ മദ്രസകളോ മറ്റു മക്തബുകളോ ഒന്നും അവിടെ വളരെ കുറവാണ്. പകരം അവിടെ കുട്ടികൾ ഓരോ ആളുകളുടെ അല്ലെങ്കിൽ ഒരു പഠിച്ച ഒരു പണ്ഡിതൻ്റെ വീട്ടിലേക്ക് ട്യൂഷൻ പോവുക എന്നൊരു സമ്പ്രദായമാണ് അവിടെ ഉള്ളത്. അങ്ങനെ പല കുട്ടികൾ ഒരു അധ്യാപകൻ്റെ വീട്ടുകളിലേക്ക് ട്യൂഷൻ പോകുന്ന ഒരു മതകീയമായിട്ടുള്ള പഠനം വിദ്യാഭ്യാസം നൽകുന്ന ഒരു രീതി. അതുപോലെ തന്നെ വേറൊരു വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു അനുഭവം കൂടി ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി. അവിടെ ഒരു ചെറിയൊരു വീട്ടിൽ ഒറ്റൊരു ഹാളിൽ 2 മുറികളാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുറി, അവിടെ ആ ഒരു ഒറ്റമുറി വീട്ടിൽ 2 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും കുട്ടികളും അതോടൊപ്പം തന്നെ അവരുടെ വളർത്തു മൃഗങ്ങളും ആട് പോലെയുള്ള വളർത്തു മൃഗങ്ങളും ഒക്കെ കൂടുന്ന ചെറിയൊരു വീടായിരുന്നു ആ ഒരു വീട് എന്നുള്ളത്. അവിടേക്ക് വിളിച്ചിട്ട് അവരെ സൽക്കരിക്കുകയും ഞങ്ങളുടെ ഈ സുഹൃത്തുക്കളെ സൽക്കരിക്കുകയും അവർക്ക് പലഹാരങ്ങളും ചായയും കൊടുത്ത്
ഒരു സ്വീകരിക്കുന്ന ഒരു ആതിഥേയത്വം, അവരുടെ ഒരു ആതിഥേയത്വ രീതി കണ്ടിട്ട് ഞങ്ങൾ വളരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പല കാര്യങ്ങളും അവിടുത്തെ കമ്മിറ്റിയുമായി ഷെയർ ചെയ്ത് അവിടുത്തെ ആദ്യ കോർഡിനേറ്റർമാരുമായി ചർച്ച ചെയ്ത് ഞങ്ങളവിടെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ശേഷം ആ ഒരു ഓഫ് ക്യാമ്പസിലെ കുട്ടികളുമായിട്ടൊന്ന് സമ്പർക്കം പുലർത്തുകയുണ്ടായി. അവിടുത്തെ കുട്ടികളുമായിട്ട് ഞങ്ങൾ നല്ലോണം സംസാരിച്ചു, അവിടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഓരോ വിഷയങ്ങളും അവരുടെ നാടുകളിൽ പല ദിക്കുകളിൽ നിന്നും വരുന്ന, പല നാടുകളിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ കുട്ടികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. നിലവിൽ 3 ക്ലാസ്സുകളാണ് ഈ ഒരു ഓഫ് ക്യാമ്പസിൽ നിലകൊള്ളുന്നുള്ളത്. വളരെ നല്ലൊരു സൗകര്യത്തിനും ഒട്ടും കുറവില്ലാത്ത ഒരു ക്യാമ്പസ് ആയിരുന്നു അവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ കുട്ടികളുമായിട്ടൊന്ന് ഇടപഴകിയതിനൊക്കെ ശേഷം അവിടെ ഒരു മഗ്‌രിബാകുന്ന സമയമാകുമ്പോഴേക്കും ഞങ്ങൾ ടാക്സി വിളിച്ചിട്ട് ആ ഒരു വഡോളി ക്യാമ്പസിൽ നിന്നും ദാറുൽഹുദയുടെ ഒരു ഓഫ് ക്യാമ്പസിൽ നിന്നും പോകാൻ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നുള്ളത് ഭീവണ്ടിയിലെ സുഫിയാൻ ബാബയുടെ ഒരു ഖാൻഗാഹിലേക്കായിരുന്നു. അവിടെ തികച്ചും നമ്മുടെ കേരളത്തിൽ കാണുന്ന മതകീയ ആചാരങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മതാചാരത്തെ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരു സമയമായിരുന്നു ആ ഒരു ഖാൻഗാഹിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവിടെ ഒരു ഖാൻഗാഹിൽ ഞങ്ങൾക്ക് രാത്രിയിലുള്ള ഭക്ഷണ സൗകര്യവും താമസ സൗകര്യവും ഒക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ കൂടെ വന്ന ഉസ്താദ്മാർ പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ആ ഒരു ഖാൻഗാഹിലേക്കായിരുന്നു. ഭീവണ്ടിയിൽ ആ ഒരു സ്ഥലത്ത് വന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെയുള്ള ഒരു പള്ളിയിൽ പ്രവേശിക്കുകയും പള്ളിയിൽ നിന്ന് നിസ്കരിച്ച ശേഷം നേരെ ഈ ഒരു ഖാൻഗാഹിൽ ലക്ഷ്യപ്പെട്ട് നടക്കുകയുണ്ടായി. ഞങ്ങൾ ആ ഖാൻഗാഹിലേക്ക് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ സൈഡുകളിലൂടെ എലികൾ, ചുറ്റും മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരം, അങ്ങനെയുള്ള ഒരു കറക്റ്റ് ഗല്ലി എന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞ സാധനത്തെ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ആ ഖാൻഗാഹിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ള ഇരുട്ട് നിറഞ്ഞിട്ടുള്ള മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ ഒരു ചുറ്റുപാടുകൾക്കിടയിൽ പെട്ടെന്നൊരു ഡോറ് തുറക്കും, അല്ലെങ്കിൽ പെട്ടെന്നൊരു റൂമിൻ്റെ ഉള്ളിലേക്ക്, ഹാളിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ തികച്ചും ലക്ഷറിയസ് ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു ഖാൻഗാഹ്, അവിടെയാണ് ഞങ്ങളെ സ്വീകരിച്ച് ഇരുത്തിയത്. ഞങ്ങൾ അവിടെ കാത്തിരുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ത്വരീഖത്തിന്റെ ഷെയ്ഖൊക്കെ ആയിട്ടുള്ള സുഫിയാൻ ബാബയുടെ ആ ഒരു വരവിനായിരുന്നു. സുഫിയാൻ ബാബയുടെ വരവിന് ശേഷം അവിടെ ഒരു മജ്‌ലിസൊക്കെ ഒരുക്കിയിട്ട് ഒരു ഉറൂസ് നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിലുപരി അവിടെ നടന്നിട്ടുള്ള ഉറൂസ് തികച്ചും വ്യത്യസ്തമായതായിരുന്നു. ഉറൂസിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൗണ്ടർ നൽകുകയുണ്ടായി. കൗണ്ടർ തരുമ്പോൾ സ്വാഭാവികമായിട്ടും ദിക്റുകൾ ചെല്ലണമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങളപ്പോൾ. ആ സമയത്ത് സുഫിയാൻ ബാബയുടെ വരവിന് ശേഷം അവിടെ നടക്കുന്ന ഉറൂസ് തുടങ്ങുമ്പോൾ നഅത്തുകളിലൂടെ തുടങ്ങുകയുണ്ടായി. പിന്നീട് നഅത്തുകൾ കൊണ്ടും കവാലികൾ കൊണ്ടും മറ്റു ഗാനങ്ങൾ കൊണ്ടും ആ ഒരു ഉറൂസിനെ ധന്യമാക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾ കണ്ടത്. അതായിരുന്നു അവിടുത്തെ ആ ഒരു ഉറൂസിന്റെ രീതി എന്നുള്ളത്, ആ ഒരു സമ്പ്രദായം എന്നുള്ളത്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ചുരുക്കം ആളുകളായിരുന്നു അവിടെ വന്നിട്ടുള്ളത്. താല്പര്യപൂർവ്വം മാത്രം വരുന്ന, എന്നാൽ അധികം ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒരു ഹാളിനുള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗല്ലിക്കിടയിലുള്ള ഒരു ഹാളിനുള്ളിൽ വളരെ ചുരുങ്ങിയ ആളുകളെ കൊണ്ട് നടത്തുന്ന ഒരു നല്ലൊരു ഉറൂസായിരുന്നു അത്. ലൈവുകളൊക്കെ സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പരിപാടി. അങ്ങനെ കുറെ സമയം നീണ്ടു നിന്നിട്ടുള്ള ഈ ഒരു ദീർഘമായിട്ടുള്ള ഈ ഒരു മജ്‌ലിസിന് ശേഷം എല്ലാവരും കൂടിയിരുന്നിട്ട് ഒരു ഭക്ഷണ സൽക്കാരമാണ് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. വളരെ സുഭിക്ഷമായിട്ടുള്ള ഒരു ഭക്ഷണം. അവിടെ അവരുടെ കൾച്ചറുകളിലുള്ള പ്രധാനമായിട്ടുള്ള സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണങ്ങളായിരുന്നു ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനത്തെ ഒരു ഭക്ഷണത്തെ, അല്ലെങ്കിൽ മുംബൈ എന്നൊരു സ്ഥലത്ത് വന്നിട്ട് ഇത്തരമൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭക്ഷണത്തെ രുചിച്ചറിയുന്നതും ആ ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെ ഈ ഭക്ഷണ സൽക്കാരം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ സുഫിയാൻ ബാബ ഞങ്ങളുമായി കൂടിയിരുന്ന് അല്പം സംസാരിക്കുകയുണ്ടായി. വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അടുത്തറിയുമ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റത്തെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഇരുത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കി തരികയുണ്ടായി. അവിടെയാണ് ഞങ്ങൾ അന്ന് ആ രാത്രി രാപാർത്തത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്ക് കല്യാൺ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ നേരാർ സ്റ്റേഷനിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. മധേരനാണ് ഞങ്ങളുടെ അടുത്ത പുതിയ ഡെസ്റ്റിനേഷൻ. അങ്ങനെ പിറ്റേ ദിവസം സുബഹിക്ക് തന്നെ ഞങ്ങൾ നേരെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നേരെ കല്യാൺ സ്റ്റേഷനിലേക്ക് ബസ് മുഖേന പോവുകയുണ്ടായി. അങ്ങനെ കല്യാണിൽ നിന്നും നേരാലെത്തി അവിടെ നിന്ന് മധേരയിൽ നിന്നൊരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത്. നേരാലിൽ നിന്നും ഞങ്ങൾ ടോയ് ട്രെയിൻ മുഖേന മധേരയിലെത്താം എന്നതാണ് ആദ്യം ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു ദിവസം ടോയ് ട്രെയിൻ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല.
തുടർന്ന് തന്നെ ഞങ്ങൾ ടാക്സി വിളിച്ചിട്ട് നേരെ മദറിൻ്റെ ഹിൽ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് പോവുകയും അവിടുന്ന് ഞങ്ങളുടെ ബാഗുകളും മറ്റു ലഗേജുകളും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ എന്താക്കുകയാണ്, നേരെ മദരയിലേക്ക് പ്രവേശിക്കുകയാണ്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ആ ഒരു ഹിൽ സ്റ്റേഷനിൽ നമുക്ക് കിട്ടിയത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ആ ഹിൽ സ്റ്റേഷനിൽ ഒരു 30-40 കിലോമീറ്ററുകളോളം നടന്നിട്ടുണ്ടാകും. എന്നാലും അത്തരമൊരു നടന്നതിൻ്റെ ഒരു ക്ഷീണം പോലും അറിയിക്കാത്ത രീതിയിൽ വീണ്ടും വീണ്ടും പല പുതിയ പുതിയ വ്യൂ പോയിന്റുകൾ കാണാൻ ഞങ്ങളെ ആ നടത്തം പ്രേരിപ്പിക്കുകയുണ്ടായി. ഏകദേശം 32 വ്യൂ പോയിന്റുകളാണ് മൊത്തത്തിൽ ആ ഹിൽ സ്റ്റേഷനിലുള്ളത്. അതിൽ ഏകദേശം 20 എണ്ണമാണ് ഞങ്ങൾക്ക് അന്ന് കവർ ചെയ്യാൻ പറ്റിയത്. അതിൽ തന്നെ ഓരോ വ്യൂ പോയിന്റുകളും നമുക്ക് തന്നിട്ടുള്ള ഒരു അനുഭൂതിയുണ്ട്. ഞങ്ങൾ യൂട്യൂബുകളിലും മറ്റും കണ്ടിട്ടുള്ള ആ ഒരു സ്വർഗീയത, ഭൂമിയിലെ സ്വർഗമെന്ന് പല ബ്ലോഗർമാരും വിശേഷിച്ചപ്പോൾ ആ ഒരു സ്വർഗീയത അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ വ്യൂ പോയിന്റുകളിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ അവിടെ വളരെ അനുഭൂതി നൽകുന്ന ക്ലൈമറ്റുകളായിരുന്നു അന്ന് നമുക്ക് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. മഴ പെയ്യേണ്ടടുത്ത് പെയ്യുകയും കോട വീടേണ്ടടുത്ത് കോട വീടുകയും അങ്ങനെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം അവിടെ നമുക്ക് ആ ഒരു ക്ലൈമറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു കാലാവസ്ഥയിൽ സമയം പോയതുപോലും അറിയാതെ ഞങ്ങൾ ഒരു വൈകുന്നേരം വരെ ഓരോ വ്യൂ പോയിന്റുകളും കയറിയും അത് കണ്ട് ആസ്വദിച്ചും ഇറങ്ങുകയുണ്ടായി. അങ്ങനെ വൈകുന്നേരം അവിടുത്തെ മദരയിലുള്ള തന്നെ ഒരു പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയും അവിടെ നിന്നാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഒരു 40 കിലോമീറ്ററുകളോളം ഞങ്ങൾ അത് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തിരിച്ചറിയുന്ന പോലും ആ ഒരു സമയത്താണ്. അതിലുള്ള എല്ലാവിധ ഇമ്പാക്റ്റുകളും ഞങ്ങളുടെ ശരീരത്തിൽ കാണാമായിരുന്നു. പലരും തളർന്ന് ക്ഷീണിച്ച ഒരു അവസ്ഥയിലേക്ക് മാറാൻ പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ഞങ്ങൾ വേഗം മദര വിട്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ മദര ഹിൽ സ്റ്റേഷനിൽ നിന്നും എക്സിറ്റിലൂടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സി പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തുകയുണ്ട്. നേരെ നിന്നും ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് ഡോങ്ക്രിയിലേക്കാണ്. അവിടെയാണ് ഞങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അവിടെ വെച്ച് മുംബൈ സിറ്റികളെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അടുത്തുള്ള ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. ഡോങ്ക്രിയിൽ ഞങ്ങൾ ഇറങ്ങുകയുണ്ടായി. അവിടുന്ന് നേരെ ഞങ്ങൾ മദരയിലുള്ള സകല ക്ഷീണവും തീർക്കാൻ വേണ്ടിയിട്ട് നേരെ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു റൂമിലേക്ക് പോവുകയും അവിടുന്ന് ഒന്ന് ഫ്രഷായിട്ട് ഭക്ഷണം കഴിച്ച് അവിടെ അന്നത്തെ ദിവസം വിശ്രമിക്കുകയുണ്ടായി. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾക്ക് പോകാനുള്ളത് മുംബൈ സിറ്റിയിലേക്കാണ്. ഞങ്ങൾ അവിടെ നിന്ന് പോയത് വിക്ടോറിയ ടെർമിനസും താജ് ഹോട്ടലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അടങ്ങിയിട്ടുള്ള നിരവധി പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളെ സന്ദർശിക്കാനാണ്. ആദ്യം തന്നെ ഞങ്ങൾ വിക്ടോറിയ ടെർമിനസിലേക്ക് പോവുകയുണ്ടായി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നുള്ള ഒരു പഴയ സ്ട്രക്ചറുകളിൽ തന്നെ ഇന്നും പ്രൗഢിയോടെ നിലകൊള്ളുന്ന ബിൽഡിങ്ങുകളായിരുന്നു അന്ന് ചുറ്റുമുണ്ടായിരുന്നുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകൾ, അങ്ങനെ മറ്റു പ്രധാനപ്പെട്ട ഓഫീസുകളും കേന്ദ്രങ്ങളൊക്കെ ആ ഒരു വിക്ടോറിയ ടെർമിനസിന്റെ സമീപത്താണ് നിലകൊള്ളുന്നുള്ളത്. അവിടുത്തെ ഹൈവേകളിൽ നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന കാലിപ്പീരി ടാക്സികളും ഡബിൾ ഡെക്കർ ബസ്സുകളുമാണ് ആ ഒരു നഗരത്തെ തന്നെ വളരെ ഭംഗിയാക്കിയിട്ടുള്ളത്. നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബസ്സുകളായിരുന്നു അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. തികച്ചും ഇലക്ട്രിക് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ ചുറ്റും ആഡുകളാൽ അതിനെ അലങ്കൃതമാക്കിയിട്ടുള്ള ഒരു ഡബിൾ ഡെക്കർ ബസ്സുകൾ. അതാണ് ആ ഒരു മുംബൈ സിറ്റിയെ തന്നെ ഒരു എക്കോ ഫ്രണ്ട്ലി ആക്കി മാറ്റുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റും. അവിടുന്ന് ബസ് യാത്രയിലൂടെ ഞങ്ങൾ നേരെ പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തേക്കായിരുന്നു. അവിടുത്തെ ആ ഒരു സ്ഥലത്തെ തന്നെ വളരെ ഭംഗിയാക്കുന്നുള്ളത് അവിടെ വളരെ പ്രൗഢിയോടെ നിൽക്കുന്ന ആ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അവിടുത്തെ താജ് ഹോട്ടലുമാണ്. റീലുകളിലും മറ്റു വീഡിയോസുകളിലും ഒക്കെ തികച്ചും വിജനമായിട്ടുള്ള ഭംഗിയോടെ നിൽക്കുന്ന ആ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ആ ഒരു താജ് ഹോട്ടലിനെ കാണാൻ വേണ്ടി ആ ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ ടൂറിസ്റ്റുകളാൽ തികച്ചും ജനനിബിഡമായിട്ടുള്ള ഒരു സ്ഥലം, അതാണ് ഞങ്ങൾക്ക് അവിടെ അതിന് പകരമായിട്ട് കാണാൻ സാധിച്ചത് എന്നാണ് അവിടുത്തെ ഒരു വാസ്തവം. പിന്നീട് തുടർന്ന് ഞങ്ങൾ നേരെ ഒരു ടാക്സി പിടിച്ചിട്ട് മുംബൈ സിറ്റികളെ ഒന്ന് കറങ്ങുക എന്നൊരു ലക്ഷ്യത്തിൽ മുംബൈ നഗരങ്ങളിലൂടെ ഞങ്ങൾ ആ ഒരു യാത്ര തുടരുകയാണ്. ഹാജി അലി ദർഗയാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അതിനിടയിൽ അമ്പരചുംബിയായിട്ടുള്ള മുംബൈ നഗരത്തെ ഞങ്ങൾ കൺകുളിർക്കെ കാണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്മാരകങ്ങളിൽ നിന്നും വിപരീതമായിട്ട് ആത്മീയമായി എന്നും മുന്നിൽ നിൽക്കുന്ന ആ ഒരു ഹാജി അലി ദർഗ, കടലിന്റെ നടുവിൽ നിലകൊള്ളുന്ന ഇത്രയും അനുഭൂതി നൽകുന്ന ഒരു സന്ദർശന സ്ഥലം തന്നെയായിരുന്നു ഹാജി അലി ദർഗ എന്നുള്ളത്. അവിടെ ഞങ്ങൾ പോയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ആത്മീയ അനുഭൂതി ഞങ്ങൾക്കത് തെളിയിച്ചു തന്നതുമാണ്. മുംബൈ നഗരങ്ങളിൽ നിന്നും സബ്വേ ഇറങ്ങി ഞങ്ങൾ ഹാജി അലി ദർഗ ലക്ഷ്യമാക്കിയിട്ട് ആ ഒരു കടലിനിടയിലൂടെ അങ്ങനെ പോവുകയാണ്. ചുറ്റും വഴിയോര കച്ചവടക്കാർ അവിടെ പല കാര്യങ്ങളും ചെറിയ തുച്ഛമായ വിലകൾക്ക് വിൽക്കുമ്പോൾ തന്നെ അവിടെ ജനനിബിഡമായിട്ടുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ദർഗയിലേക്ക് വിരിക്കാനുള്ള പച്ചപ്പുടവകളാണ് പ്രധാനമായിട്ടും അവിടെ വിൽക്കപ്പെടുന്നുള്ളത്. ഇങ്ങനൊരു ആത്മീയ അനുഭൂതി ജനങ്ങൾക്ക് പകർന്നു നൽകാൻ മാത്രം കച്ചവടക്കാരും അവിടെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അങ്ങനെ ഹാജി അലി ദർഗയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. അവിടെ പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ആവശ്യപ്പെടുന്ന ഞങ്ങൾ ആദ്യം കരുതിയത് അവിടുത്തെ ഒരു മേൽനോട്ടം വഹിക്കുന്ന ആളുകളാണെന്നാണ്. ഞങ്ങളോട് വന്നിട്ട് ചെരുപ്പുകളൊക്കെ അവിടെ അഴിച്ചു വെക്കാൻ പറഞ്ഞു. അവരുടെ നേതൃത്വത്തിൽ തന്നെ അവർ ചെരുപ്പുകൾ ഒരു ഭാഗത്തേക്ക് ശേഖരിച്ചു വെക്കുന്നു. ഞങ്ങൾ ഒരു മേൽനോട്ടമാണെന്ന് കരുതി ഞങ്ങൾ അവർക്ക് കൂടി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ ദർഗയിൽ സന്ദർശനം കഴിഞ്ഞ് തിരികെ എത്തിയ ശേഷം അവർ ഞങ്ങളോട് ഇത് ചാർജ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ അത്ഭുതപ്പെട്ടു പോയ സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അവിടുത്തെ ഹാജി അലി ദർഗയിലുള്ള സിയാറത്തുകൾ കഴിഞ്ഞു. അവിടുത്തെ പല നിലക്കുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റി. അതോടൊപ്പം തന്നെ അവിടെ ഞങ്ങൾ നിസ്കരിക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു വരികയാണ്. അവിടുന്ന് പല ടീമുകളായിട്ട് ഞങ്ങൾ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പല വഴികളിലായിട്ട് നമ്മളുടെ ഓരോ ടീമുകൾ പോകുക എന്നൊരു പ്ലാനിലാണ് ഞങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ പല ടീമുകളായി മാറി പലരും പല വഴികളിലായിട്ട് മുംബൈ സിറ്റിയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിലൂടെ പോവുകയുണ്ടായി. ഞാൻ അടങ്ങിയിട്ടുള്ള ടീം നേരെ പോയത് ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചതും ചോർ ബസാറുകൾക്ക് അടങ്ങിയിട്ടുള്ള ഗല്ലി ഒന്ന് അടുത്തറിയുക എന്നുള്ളതാണ്. അവിടുത്തെ രാത്രിയുള്ള സ്ട്രീറ്റ് ഫുഡിൻ്റെ അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഞങ്ങൾ ഏറെ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു സാധനം തന്നെയാണ്. വ്യാഴാഴ്ച രാത്രികളിലും വെള്ളിയാഴ്ച പകലുകളിലുമായി അവിടെ ഉണ്ടാകുന്ന കച്ചവടങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഭയങ്കര തിരക്കേറിയിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ മാർക്കറ്റുകളിലൂടെ അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ വഴിയോരങ്ങളിലൂടെ ഞങ്ങൾ പോവുകയും പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഞങ്ങൾ നിർബന്ധപൂർവ്വം ആഗ്രഹിച്ച കാത്തിരുന്ന സാധനമായിരുന്നു ഫുഡ് സ്ട്രീറ്റ് എന്നുള്ളത്. ഫുഡ് സ്ട്രീറ്റിലേക്ക് പോവുകയും പല വിഭവങ്ങളും ഞങ്ങൾ രുചിച്ചറിയുകയും ചെയ്യുകയുണ്ടായി. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും പലഹാരങ്ങളും ഞങ്ങൾക്ക് ഫുഡ് സ്ട്രീറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് അവിടെ പ്രധാനമായിട്ടും മുഹറം 9-നും 10-നും ഒരുക്കങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഷിയ വിഭാഗങ്ങൾ സൗജന്യമായിട്ട് പബ്ലിക്കിൽ പാനീയങ്ങൾ പലർക്കും ഒരുക്കിയിരുന്നു. അങ്ങനെ നമുക്ക് രുചിച്ചറിയാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവിടെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ രുചിച്ചറിഞ്ഞതോടെ ഷിയ വിഭാഗത്തിൻ്റെ ആചാരം കൾച്ചറിനെ ഞങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഗല്ലിയിലേക്ക് കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പോവുകയുണ്ടായി. മുഹമ്മദ് റോഡിൻ്റെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ആചാരത്തിൻ്റെ പ്രധാന കേന്ദ്രത്തിൻ്റെ വഴിയോരങ്ങളിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഇതുവരെ കേട്ടറിഞ്ഞിട്ടുള്ള പല ആചാരങ്ങളുടെയും ദൃശ്യാവിഷ്കാരമായിരുന്നു അവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞത്. ദിവസത്തെ എങ്ങനെയൊക്കെ ആചരിക്കാൻ എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുമോ രീതിയിലൊക്കെ വിഭാഗം ആഘോഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഭക്ഷണ പലഹാരങ്ങൾ വിഭവങ്ങൾ നൽകിയിട്ട് സൽക്കരിക്കുന്നതായാലും അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ആത്മീയമായിട്ടുള്ള മജ്ലിസ് ഒരുക്കുന്നതായാലും അതോടൊപ്പം തന്നെ വേറൊരു ഭാഗത്ത് റാലികൾ സംഘടിപ്പിക്കുന്നതായാലും എന്നിങ്ങനെ മറ്റൊരു ഭാഗത്ത് ചന്തകൾ ഉണ്ടായതുപോലെ അങ്ങനെ പല രീതിയിലും ആഘോഷത്തെ അവർ ഗംഭീരമാക്കിയിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് നമുക്ക് അവരുടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ നടന്നു പോകുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള മറ്റൊരു കാഴ്ച എന്നുള്ളത് അവിടെ മജ്ലിസിൽ വെച്ച് ഒരാൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ വൈകാരികമായിട്ട് കഥയെ ജനങ്ങൾക്ക് അറിയിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ചുറ്റുമുള്ള ജനങ്ങൾ അതോർത്ത് കരയുന്ന ഒരു സാഹചര്യം ഞങ്ങൾ നേരിട്ട് കാണുകയാണ് അവിടെ ചെയ്യുന്നുള്ളത്. വേറൊരു കൗതുകം നിറഞ്ഞ കാര്യം എന്നുള്ളത് അവിടെ കർബല യുദ്ധത്തിന്റെ VR വേർഷൻ വരെ അവിടെ ഞങ്ങൾക്ക് നടത്തുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ മറ്റുള്ള രീതിയിലും അവർ റാലികൾ നടത്തുമ്പോൾ അവിടെ വളരെ മനോഹരമായിട്ടുള്ള വെള്ളക്കുതിരകളെ വളരെ അലങ്കരിച്ചുകൊണ്ട് അവിടെ ആ കേന്ദ്രത്തിലേക്ക് പല നാടുകളിൽ നിന്നും പല ദിക്കുകളിൽ നിന്നും റാലികളായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നുള്ളത്. ഞങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ആഘോഷത്തിന്റെ തുടക്കമായിരുന്നു അവിടെ കുറിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. കുറച്ചും കൂടി കഴിയുന്ന സാഹചര്യത്തിൽ ആഘോഷം ആചാരം വളരെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു നിലയിലേക്ക് അത് മാറുമെന്നുള്ളതാണ് ഞങ്ങൾക്കന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പല ദിക്കുകളിൽ നിന്നുമുള്ള റാലികൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ആചരിച്ചു കൊണ്ടുവരുന്ന റാലികൾ വന്നിട്ട് കേന്ദ്രത്തിലേക്കാണ് ഒരുമിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇവരുടേതായിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥനകളും ഇവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളും അവിടെ അനുഷ്ഠിക്കുക എന്നുള്ളൊരു സാഹചര്യം ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം നൽകുന്ന ആചാരമായിട്ട് ഞങ്ങൾക്കതിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ ഷിയ വിഭാഗത്തിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് പുലർച്ചെ 3 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ അവിടുത്തെ തെരുവ് കച്ചവടങ്ങളിലൊക്കെ ഒന്നും കൂടി ഏർപ്പെട്ട് പർച്ചേസിങ്ങുകളൊക്കെ നടത്തി തിരികെ റൂമിലേക്ക് മടങ്ങിയെത്തി. അടുത്ത ദിവസമാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിക്കേണ്ടത്. അതിനു മുമ്പായി
ആ ഒരു ഗല്ലിയിൽ തന്നെയുള്ള ഖുവ്വത്തുൽ ഇസ്ലാം എന്ന ദാറുൽഹുദയുടെ ഒരു സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ സന്ദർശിക്കാൻ പോവുകയുണ്ടായി. മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള ഷിയ വിഭാഗത്തിന്റെ ഒരു കേന്ദ്രത്തിന്റെ നടുവിലാണ് ഈ ഒരു ഖുവ്വത്തുൽ ഇസ്ലാം എന്ന സ്ഥാപനം നിലകൊള്ളുന്നുള്ളത്. എന്നാൽ ഇത്തരമൊരു ഷിയ വിഭാഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരു സ്ഥാപനം നിലകൊള്ളുന്നു എന്നതിന്റെ ഒരു പ്രശ്നവും അന്ന് അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ വിദ്യാർത്ഥികളെയും യാതൊരു നിലക്കും അത് ബാധിക്കുന്നില്ലായിരുന്നു. കാരണം വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പരസ്പരം അംഗീകരിച്ചും സഹവർത്തിച്ചും പോകുന്ന ഒരു ഗല്ലിയായിട്ടായിരുന്നു, ഒരു സ്ഥലമായിട്ടായിരുന്നു അന്ന് അവിടെ കാണപ്പെട്ടിരുന്നത്. അങ്ങനെ ആ ഖുവ്വത്തുൽ ഇസ്ലാം എന്ന സ്ഥാപനം സന്ദർശിച്ച ശേഷം ഞങ്ങൾ നേരെ പൻവേൽ സ്റ്റേഷനിലേക്ക് മടങ്ങുകയാണ്. അവിടെ നിന്നാണ് നാട്ടിലേക്ക് ഞങ്ങളുടെ ട്രെയിൻ ഉള്ളത്. അങ്ങനെ പൻവേലിൽ നിന്ന് ഞങ്ങൾ അവിടെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളുടെ ട്രെയിനിനെ കാത്തിരിക്കുകയാണ് ചെയ്തത്. ചെറിയൊരു തെറ്റിദ്ധാരണക്ക് പുറത്ത് ഞങ്ങളന്ന് പ്ലാറ്റ്ഫോം മാറിയായിരുന്നു ട്രെയിനിനെ കാത്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ കുറേ സമയം ആ ഒരു ട്രെയിനിനെ കാത്തിരുന്നെങ്കിലും പലരും ഒരു നിസ്കാര സമയമാകുമ്പോൾ സ്റ്റേഷൻ തന്നെ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ട്രെയിൻ നമ്മുടെ യഥാർത്ഥ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ഇങ്ങനെ ട്രെയിൻ വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം മാറി വിവരം അറിയുന്നത് പോലും. അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്ന ലഗേജുകളൊക്കെ എടുത്ത് പെട്ടെന്ന് ട്രെയിനിലേക്ക് ഓടുകയാണ് ഉണ്ടായത്. പലരും അത് കുറച്ച് ബാക്കിലേക്ക് ആയെങ്കിലും ഞങ്ങൾക്ക് ഓടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം മാറി ആ ഒരു ട്രെയിനിലേക്ക് പ്രവേശിക്കണമെന്നൊരു വലിയൊരു കടമ്പയാണ് മുന്നിലുള്ളത്. നേരെ നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴും ട്രെയിൻ മൂവായി കഴിഞ്ഞിരുന്നു. പലരും തലനാരിഴക്കാണ് അന്ന് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആ ട്രെയിനിലേക്ക് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ഒരു ട്രെയിനിലേക്ക് പ്രവേശിക്കുകയും നേരെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇങ്ങനെ പല പാഠങ്ങളും പല അനുഭവങ്ങളും നൽകിയിട്ടുള്ള ഒരു യാത്ര ഞങ്ങളിവിടെ നാട്ടിലേക്ക് അവസാനിപ്പിക്കുകയാണ്. യാത്രകൾ എന്നുള്ളത് ഒരിക്കലും സുഖകരം മാത്രമായതെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന ഒരു അനുഭവം, ആ ഒരു പാഠം ഞങ്ങൾ ഇതിലൂടെ പഠിച്ചിട്ടുണ്ട്. പകരം യാതനകളും കഷ്ടതകളും അറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾക്ക് പല പാഠങ്ങളും പകർന്നു നൽകുന്നതെന്നാണ് നമുക്ക് അവിടുന്ന് മനസ്സിലായിട്ടുള്ളത്. ഇങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ ഒരു വിരാമം കുറിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.